150 ഏക്കറിൽ തന്നെ എസ്റ്റേറ്റ് എന്താണ് ടൗൺഷിപ്പ് പണിയുന്നത് എന്തിനാണ് നിർബന്ധം? ഈ പറയുന്ന ദുരന്തം ഉണ്ടായാലും ഈ ടൗൺഷിപ്പ് ഉണ്ടാവില്ലായിരുന്നല്ലോ. ദുരന്തം ഉണ്ടായതുകൊണ്ടും ഇത്രയധികം പാവങ്ങളുടെ കണ്ണീര് വീണുകൊണ്ടാണല്ലോ ഈ ടൗൺഷിപ്പ് ഉണ്ടായത്. എത്രയാണോ എസ്റ്റേറ്റ്, ഇപ്പോൾ 25 ലക്ഷം രൂപയാണ് ഒരു എസ്റ്റേറ്റ് പണിയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെക്കുക, വീട് പണിയാൻ ഉദ്ദേശിക്കുന്നത് വെക്കുക. മൊത്തം മുടക്കി 25 ലക്ഷമാണെങ്കിൽ ആ 25 ലക്ഷം വേണ്ടവർക്ക് കൊടുക്കട്ടെ എന്നേ. അവരെ ഇഷ്ടത്തിന് ജീവിക്കണ്ടേ? എന്തിനാ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരണേ? അത് കഴിഞ്ഞിട്ട് ബാക്കി 100 വീടേ ഉള്ളൂ. ആ 100 വീട് ഈ പറയുന്ന ടൗൺഷിപ്പിൽ പണിത് കൊടുത്താൽ മതി. 25 ഏക്കറോ 30 ഏക്കറോ സ്ഥലം മതിയാവും. ഈ പറയുന്ന സ്ഥലപരിമിതിയൊന്നും വയനാട്ടിലില്ല. വയനാട്ടിൽ ഉണ്ടാകുന്ന സ്ഥലപരിമിതി എങ്ങനെയാണ്? സ്ഥലപരിമിതി എന്ന് പറയുന്നത് ഈ എസ്റ്റേറ്റുകൾ കിട്ടാനില്ല. 100 ഏക്കറും 150 ഏക്കറും സ്ഥലം ഒന്നിച്ച് കിട്ടാനുണ്ടാവില്ല. അവിടെയാണ് സ്ഥലപരിമിതി. അല്ലാതെ 1/2 ഏക്കറും 1 ഏക്കറും 2 ഏക്കറും സ്ഥലം ഞാൻ മേടിച്ചു തരാം. 500 ഏക്കർ 500 വീട്ടുകാർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും. നമ്മളത് മനസ്സിലാക്കുന്നില്ല, അത് ആൾക്കാരോട് പറയുന്നില്ല. ഇന്നത്തെ സംവിധാനം, നിങ്ങൾ അവിടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ലൈവ് സംഘടിപ്പിക്കാം. ആ ലൈവ് സംഘടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എത്ര രൂപയുടെ വീട് വേണം, നിങ്ങൾക്ക് എത്ര സെൻറ്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ അവൻ കണ്ടെത്തിയിട്ടുണ്ടാവും സ്ഥലം. അവിടെയുള്ള ജനങ്ങൾ അങ്ങനെയാണ്. ആ സ്ഥലം കണ്ട് എനിക്ക് ഇന്ന സ്ഥലത്ത് ഒരു വീടും ഒരു സ്ഥലവും കൊടുക്കാനുണ്ട്, 25 ലക്ഷം രൂപ കൊടുത്താൽ മതി. അവൻ മനസ്സിൽ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇന്ന് 15 ലക്ഷം രൂപയ്ക്ക് എഴുതി കൊടുത്തല്ലോ ഒരാൾ പോയിട്ട്. 15 ലക്ഷം രൂപ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞല്ലോ. കാരണം എന്താ? കാരണം അവന് 15 ലക്ഷം രൂപയ്ക്ക് അവനൊരു വേറെ ജീവനോപായം കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതുകൊണ്ടല്ലേ. 8 മാസമായിട്ട് അത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ?